സാംബസി നദിയിൽ ഈ ഒരു വെറൈറ്റി സൺസെറ്റ് ക്രൂസ് നിങ്ങൾ സാംബിയ വിസിറ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഈ ക്രൂസിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോ വാച്ച് ചെയ്യുക. ബോട്ടിനുള്ളിൽ ലൈവ് മ്യൂസിക് അങ്ങനെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ കൊട്ടുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിനെ മരിമ്പ എന്നാണ് പറയുന്നത്. സൈലോഫോണിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഇതിൻ്റെ കീകൾ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ കീകളുടെ താഴെ റെസൊണേറ്ററുകൾ, ട്യൂബുകൾ പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇത് ശബ്ദം ആംപ്ലിഫൈ ചെയ്യിക്കാനും അതുപോലെ മ്യൂസിക് ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ആഫ്രിക്കൻ ഒറിജിനായിട്ടുള്ള ഈ ഇൻസ്ട്രുമെൻറ്റ് സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന ഇവിടെയൊക്കെ ആഘോഷങ്ങളിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ കാണുന്നത് ലക്ഷറി റിവർ ഫ്രണ്ട് ലോഡ്ജുകളാണ്. ഒരു രാത്രിക്ക് $1300 എബോവ് ഡോളറൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രൈസ് എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ മീൽസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റേറ്റാണ്. ലക്ഷറി ആൻഡ് പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഹണിമൂൺ ആഘോഷിക്കുന്നവർക്ക് പറ്റിയുള്ള ലോഡ്ജുകളാണ് ഇതൊക്കെ. ആഫ്രിക്കയിലെ ലക്ഷറി ലോഡ്ജുകളുടെ എക്സ്പീരിയൻസ് അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ആഫ്രിക്കയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായെങ്കിലും ഈ ഒരു ബോട്ട് ക്രൂസ് ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു എനിക്ക്. ആഫ്രിക്കയിലെ ട്രഡീഷണൽ മ്യൂസിക് കേട്ട് റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു ബോട്ട് ക്രൂസ്. ആഫ്രിക്കയിൽ എസ്പെഷ്യലി സദേൺ ആഫ്രിക്കയിൽ അവർ ടൂറിസത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. നമ്മുടെ കേരളത്തിലും ടൂറിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ആഫ്രിക്കയിലെ ഈ ടൂറിസം ഒക്കെ കാണുമ്പോൾ. ഇത്രയും അടിപൊളി മ്യൂസിക് കേൾക്കുമ്പോൾ എങ്ങനെയാണല്ലോ വെറുതെ ഇരിക്കുക. ബോർഡിലുണ്ടായിരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. സൺസെറ്റിൻ്റെ ടൈം ആവാറായ കാരണം ഞാൻ ഇനി ബോട്ടിൻ്റെ മുകളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന സ്പ്രേയും സ്മോക്കൊക്കെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന സ്മോക്കാണത്. നമ്മൾ ബോട്ട് ക്രൂസ് ചെയ്യുന്നത് സാംബസി റിവറിൻ്റെ അപ് സ്ട്രീമിലാണ്. ലോവർ സ്ട്രീമിലാണ് വിക്ടോറിയ ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്.
വിക്ടോറിയ ഫോൾസിനെ ഇവിടുത്തെ ലാംഗ്വേജിൽ പറയുന്നത് മോസി ഓ തുന്യ എന്നാണ്. അതിൻ്റെ അർത്ഥം ദ സ്മോക്ക് ദാറ്റ് തണ്ടേഴ്സ് എന്നാണ്. വിക്ടോറിയ ഫോൾസിൻ്റെ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന വെള്ളത്തിൻ്റെ സ്പ്രേയും സ്മോക്കും ഒക്കെ കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബോട്ടിന് മുകളിൽ മറ്റൊരു മനോഹരമായ കാര്യം കൂടി എനിക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. വേറൊന്നുമല്ല, ഒരു മാരേജ് പ്രപ്പോസലായിരുന്നു അത്. താഴെയുള്ളവർ മ്യൂസിക്കും ഡാൻസുമായി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലുള്ളവർ സൺസെറ്റ് വാച്ച് ചെയ്യാനായിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഞാനിവിടെ കണ്ടത്. ഈ കാണുന്നതാണ് റാഡിസൺ ബ്ലൂ മോസി ഓ തുന്യ ലിവിങ്സ്റ്റൺ റിസോർട്ട്. ഒരു രാത്രിക്ക് 25,000 ഇന്ത്യൻ റുപ്പീസ് മുതലാണ് അവർ ചാർജ് ചെയ്യുന്നത്. അവരുടെ തന്നെ ബോട്ട് ക്രൂസ് ആക്ടിവിറ്റിയുടെ വലിയൊരു ബോട്ടാണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത്. അങ്ങനെ സാംബസി നദിയിൽ ഒരു അടിപൊളി സൺസെറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിങ്ങൾ വിക്ടോറിയ ഫോൾസ് സാംബിയ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ള ആക്ടിവിറ്റികളിലൊന്നാണ് ഈ സാംബസി റിവർ സൺസെറ്റ് ക്രൂസ്. ബോട്ടിൻ്റെ മുകളിലിരുന്നവർക്ക് താഴെ ഉണ്ടായിരുന്ന ഡാൻസും മ്യൂസിക്കും മിസ്സായ കാരണം അവരെ ഡാൻസ് കളിക്കാനായിട്ട് താഴേക്ക് ക്ഷണിച്ച് അനൗൺസ് ചെയ്യുകയായിരുന്നു ബോട്ടിൻ്റെ ക്രൂ മെമ്പർ. അങ്ങനെ സാംബസി നദിയിൽ അടിപൊളി സൺസെറ്റ് കണ്ട് മരിമ്പ മ്യൂസിക് എൻജോയ് ചെയ്ത് നല്ല ഫുഡും ഡ്രിങ്ക്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ബോട്ട് ക്രൂസ് ഇതാ കരയ്ക്ക് അടുപ്പിക്കാൻ പോവാണ്. അങ്ങനെ എൻ്റെ ലാസ്റ്റ് ഡ്രിങ്ക് എൻജോയ് ചെയ്ത് കുറച്ച് നേരം കൂടി മ്യൂസിക് കേട്ട് അങ്ങനെ ഇരിക്കാൻ തോന്നി എനിക്കിവിടെ. സാംബസി നദിയിലെ ഈ സൺസെറ്റ് ക്രൂസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള രസകരമായ ആഫ്രിക്കൻ വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതാണ്. ഈ ബോട്ട് ക്രൂസ് കമ്പനിയുടെ ഷട്ടിൽ സർവീസിലാണ് നമ്മളിനി ലോഡ്ജിലേക്ക് മടങ്ങാൻ പോകുന്നത്. അവരുടെ ഡ്രൈവറിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാനിവിടെ ഇപ്പോൾ. അങ്ങനെ എൻ്റെ ഡ്രൈവർ വന്നു, ഇനി ലോഡ്ജിലേക്ക് പോകാണ്.